ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ദിയമോളുടെ സ്കൂളിൽ നമ്മൾ കിഡ്സിൻ്റെ ഫെസ്റ്റിന് വന്നേക്കുവാണ്. ദിയമോൾ നന്നായിട്ട് റെഡി ആവുന്നുണ്ട്. ദിയമോളുടെ ഫോക്ക് ഡാൻസാണ്. ഫസ്റ്റ് ടൈമാണ് ദിയമോൾ സിംഗിളായിട്ട് ഡാൻസ് ചെയ്യുന്നത്. മേക്കപ്പൊക്കെ അമ്മേൻ്റെ വകയാണ് കേട്ടോ. ആണെങ്കിൽ ദിയമോൾ ഇരുന്ന് തരുന്നൊന്നുമില്ലേ, ഫ്രണ്ട്സ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമോ ദിയമോളെ ചുറ്റുപാട് ഇരുന്നിട്ട്. അതുകൊണ്ട് ദിയമോൾ അങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുവാണേ. ദെൻ വന്നല്ലോ കൂട്ടുകാരെല്ലാം കൂടെ ചുറ്റും കൂടിയിരിക്കുക. പിന്നെ അവർക്ക് അറിയണം ദിയമോൾ എന്തൊക്കെയാണ് ഇടുന്നത്, എന്തൊക്കെയാണ് മുഖത്തൊക്കെ തേക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഒരു സിമ്പിൾ മേക്കപ്പ് ആക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. ദിയമോൾ അതിലൊന്നും ഒതുങ്ങിയില്ല. ദിയമോൾക്ക് നല്ല വലിയ സാധനങ്ങൾ തന്നെ വേണം എന്നുള്ളൊരു വാശിയാണ്. ആ സമയത്തിന് ടീച്ചർ വന്ന് ചോദിച്ചു, ആദ്യ ബാബുവിൻ്റെ ചെസ് നമ്പർ ഫസ്റ്റാണ്, ചെസ് നമ്പർ 1 ആദ്യ ബാബുവിന് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളാണെങ്കിൽ ലേറ്റ് ആവുകയും ചെയ്ത് റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പം LKG സ്റ്റുഡൻസിൽ ഓൾറെഡി റെഡി ആവുന്നുണ്ടായിരുന്നു. ഇതാണെങ്കിൽ UKG ആണ്. UKG ഫസ്റ്റ് നമ്പർ ദിയമോളുടെ ആണ്. 4 കുട്ടികളാണ് ഉള്ളത് ദിയമോളുടെ കൂട്ടത്തിൽ കളിക്കാൻ വേണ്ടി. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്ന് പിന്നെയും നോക്കുക കേട്ടോ. ദിയമോളുടെ ക്ലാസ്സിലുള്ള ആണെങ്കിലും LKG ആണെങ്കിലും UKG ആണെങ്കിലും അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ദിയമോൾക്ക് ഫ്രണ്ട്സായിട്ട്. അപ്പോഴത്തേനും വീണ്ടും ടീച്ചർ വന്ന് കോൾ ചെയ്തു, റെഡി ആവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ചെസ് നമ്പറൊക്കെ നമുക്ക് നേരത്തെ തന്നിട്ട് ദിയമോൾ പിന്നെയും ഫ്രണ്ട്സിനെ തന്നെ നോക്കുക. അവരെന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, ആൻറ്റി ഇങ്ങോട്ടേക്ക് നോക്ക്, ബാക്കിലിരിക്കുന്ന ആൾ വൈറലായി എന്നൊക്കെ പറയുന്നുണ്ട് അവരതിനാണ് അവിടെ വന്നിരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ദിയമോളെ മാത്രമല്ല ഫ്രണ്ട്സിനെ ചുറ്റുപാട് നോക്കേണ്ട അവസ്ഥയാണ്. അവിടെയും കുറേ എണ്ണം വലിച്ചുകൊണ്ട് പോകും സാധനങ്ങൾ. ഇവിടെയും കുറേ ആൾക്കാർ വലിച്ചുകൊണ്ട്. അതിനിടയിൽ ഒരാൾ വന്ന് എത്തി നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാനും യൂട്യൂബിൽ വരാൻ പോവുക എന്നുള്ള കാര്യമൊക്കെ. അപ്പം കുറച്ച് തെക്കായി തലയിൽ നമ്മൾ പൂവൊക്കെ വെച്ച് ഇനിയിപ്പോൾ ഐലൈനർ കുറച്ച് വരക്കാമെന്ന് വിചാരിച്ചു. ദിയമോൾക്ക് ഇന്ന് വരെ താഴത്ത് നമ്മൾ കൺമശി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജനിച്ചിട്ട് ഇതുവരെ ആയിട്ട് ദിയമോൾക്ക് കൺമശി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത്തിരി ഒരു വാല് പോലെ ഐലൈനറിനെ കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ താടിയിലൊക്കെ ആണെങ്കിൽ 3 ഡോട്ട്സ് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുരികത്തിൻ്റെ സൈഡിലും 3 ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ഭംഗിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദിയമോളോട് കുറച്ച് നേരം വാട്ടർ പ്രൂഫ് ഐലൈനർ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് നേരം കണ്ണൊക്കെ അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിയമോളുടെ അടുത്ത്. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട ദിയമോൾക്ക് വലിയ ഇഷ്ടമായി. അതിനിടയിൽ താഴത്തുനിന്ന് LKGയുടെ പാട്ട് കേട്ടപ്പോൾ തന്നെ ദിയമോൾ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ദിയമോളുടെ സെയിം ഡാൻസ് 4 പേരുണ്ടായിരുന്നു, LKG അടക്കം. പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ടീച്ചറൊക്കെ വന്നിട്ട് ആയില്ലേന്ന് ചോദിച്ച് നമ്മളതിന് മുണ്ടൊക്കെയാണ് സെറ്റ് ചെയ്യാനുള്ളത് ദിയമോളുടെ. കുറച്ചുകൂടെ ലിപ്സ്റ്റിക്കൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടെ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നല്ല ഒബീഡിയൻ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആൾ. പിന്നെ ആരെങ്കിലും വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കും കേട്ടോ. ഇതാണ് ദിയമോൾ. എവിടെ ഇരുത്തിയാലും ഇരിക്കില്ല എന്നുള്ള കാര്യം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ പരക്കോട്ടാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് അങ്ങ് ഓടി കളിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ദിയമോളെന്ന് തോന്നുന്നത്. ഇതിപ്പോൾ ഞാൻ പിടിച്ചിരുത്തിയതുകൊണ്ടാവാം കുറച്ച് നേരം ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നത്. ഡാൻസ് ആണല്ലോ, അപ്പോൾ ദിയമോൾക്ക് എന്തായാലും റെഡി ആവണമല്ലോ. നല്ല ഭംഗിയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ലിപ്സ്റ്റിക്കൊക്കെ നന്നായിട്ട് ദിയമോൾ ചുണ്ടൊക്കെ 2 ചുണ്ടും കൂടെ ഇങ്ങോട്ടാക്കിയിട്ട് പിന്നെയും ചോദിക്കും, അമ്മ അത് മതിയോ എന്നുള്ളത്. എന്നിട്ട് ചിരിച്ച് കാണിക്കുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ. ചെറിയൊരു ഔട്ട്ലൈനും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയമോളുടെ ഐബ്രോ പെൻസിലിനെ കൊണ്ട് തന്നെയാണ് വരഞ്ഞു കൊടുത്തേക്കുന്നത്. ലിപ്പ് ലൈനറൊക്കെ എടുക്കാൻ വിട്ടുപോയി. രാവിലത്തെ തിരക്കിനിടയിലെല്ലാം വിട്ടുപോയി ഞാൻ. അപ്പം ഔട്ട്ലൈനൊക്കെ കൊടുക്കുമ്പോഴത്തേനും നല്ല കുട്ടിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ദിയമോൾ. റെഡി ആവാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇരുന്ന് വരും കേട്ടോ. ആദ്യത്തെ ഒരു ഫ്രണ്ട്സൊക്കെ പോയതിന് ശേഷം ഇപ്പോൾ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോൾ അവൾ അപ്പോഴും ഇപ്പോഴൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിലോട്ടൊക്കെ നോക്കുന്നുണ്ട്. റെഡി ആക്കുന്നത് നല്ല ഭംഗിയുണ്ടോ, നമുക്കറിയോ, ഇതൊക്കെയാണ് ഇടയ്ക്കിടെ റെഡി ആയതിനു ശേഷം അമ്മയും ദിയമോളും കൂടെ പിന്നെയും ഫോട്ടോ സെഷനൊക്കെ ആയിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ വീഡിയോക്ക് വേണ്ടി വീണ്ടും ഒരുക്കമൊക്കെ ചെയ്യാണ്. ദിയമോൾ റെഡിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ.
ലുങ്കിയും ദേ ഒരു തോർത്തുമുണ്ടും ദിയമോളുടെ തന്നെ ബ്ലൗസൊക്കെയാണ്. ദിയമോൾക്ക് നോർമലി ഉള്ള ഡ്രസ്സൊക്കെ കുറച്ച് അലർജി ഉള്ളതുകൊണ്ട് നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നേ. നോർമലി ഉള്ള ലുങ്കിയും തോർത്തും മാത്രമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ദിയമോൾ അവിടെ വിളിക്കാൻ തുടങ്ങി. റെഡിയായോ എന്ന് ചോദിച്ച് നമ്മൾ ഇറങ്ങി, സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ താഴത്ത് എത്തി കേട്ടോ. അവിടെ വന്നിട്ടാകുമ്പോഴത്തേനും പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് ദിയമോളെ സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് ദിയമോൾ അതിനകത്ത് കയറുമ്പോഴത്തേനും ദേ സെയിം ഡാൻസ് സ്റ്റേജിൽ ഒരാൾ പാട്ടും വെച്ച് കളിക്കുന്നുണ്ട്. അത് LKGൻ്റെ ലാസ്റ്റ് ഡാൻസ് ആയിരുന്നേ, ദിയമോളുടെ ഡാൻസ്. അപ്പോൾ ദിയമോൾ അവിടെ കിടന്ന് എന്തൊരു പരവേശമായിരുന്നു എന്നറിയോ. ദേ എൻ്റെ ഡാൻസ് വന്നമ്മ എന്നും പറഞ്ഞ് ദിയമോൾ അങ്ങ് കളിക്കും അവിടെ കിടന്ന്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോഴത്തേനും സ്റ്റേജിൽ ദേ ആ കുട്ടിയും കളി ഏകദേശം അവസാനിച്ച് അടുത്ത ദിയമോളുടെ സെഷനാണ്. ദിയമോൾ കയറി, ദിയമോളുടെ മാം അവിടെ കിടന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ദേ സ്റ്റേജിൽ